ദൈവം തിരഞ്ഞെടുത്തവനാണ് പത്രോസ്. നമുക്കറിയാം, അവനെയും തേടിയിട്ട് തിബരിയാസിൻ്റെ തീരത്ത് വന്ന് നിൽക്കുമ്പം യേശുവിന് മറ്റൊന്നും ചോദിക്കാനില്ല. പത്രോസിനോട് ഒരു ചോദ്യം ചോദിക്കാം. പത്രോസേ, ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ നീ എന്നെ തള്ളിപ്പറയുമെന്ന്? അങ്ങനെ ഞാൻ മുൻകൂട്ടി പറഞ്ഞിട്ടും നീ തള്ളിപ്പറഞ്ഞില്ലേ എന്ന് യേശു പത്രോസിനോട് ചോദിച്ചോ? ഇല്ല. എടാ, നിനക്ക് മീൻ വേണമെങ്കിൽ നീ തന്നെ വന്നാൽ പോരായോ? കൂടുള്ള ഇത്രയും പേരെ കൂടെ എന്തിനാ കൊണ്ടുവന്നത്? യേശു ചോദിച്ചോ? ഇല്ല. അവിടെ ചോദ്യങ്ങൾ ഒറ്റ ചോദ്യമേ, ഡു യു ലവ് മീ? പത്രോസിനോട് യേശു ചോദിക്കുന്ന ചോദ്യം ഒരു ചോദ്യമേ ഉള്ളൂ, നീ എന്നെ സ്നേഹിക്കുന്നു? ഇന്ന് പകലിൽ ഞാൻ ചോദിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുൻപിൽ യേശു വന്നു നിന്നാൽ നമ്മോട് ചോദിക്കുന്ന ചോദ്യം എന്തായിരിക്കും? നിങ്ങൾ തന്നെ നിങ്ങളുടെ ഹൃദയത്തിനോട് ചോദിച്ച്, ഞാൻ തുറന്ന് സമ്മതിച്ച് പറയാം, ഒരിക്കലും നിങ്ങളുടെ മുമ്പിൽ കർത്താവ് വന്ന് നിന്നിട്ട് നീ ഇന്ന പാപം ചെയ്തില്ലയോടാ, ഡു യു, ഇവയിൽ അധികമായിട്ട് നീ എന്നെ സ്നേഹിക്കുന്നു എന്ന യേശുവിൻ്റെ ചോദ്യം പിന്നെ പാപത്തിലേക്ക് പോകാതെ നിന്നെ മടക്കി കൊണ്ടുവന്നിരിക്കും. നമുക്ക് ചിലരെ ഇഷ്ടമാണ്, ചിലരെ ഇഷ്ടമല്ല, ചിലതിഷ്ടമാണ്, ചിലതിഷ്ടമല്ല. നമ്മളിൽ പരസ്പരം സ്നേഹിച്ചാലും സ്നേഹിച്ചില്ലെങ്കിലും കർത്താവിന് അവരെ ഭയങ്കര ഇഷ്ടമാണ്. ഒറ്റ ചോദ്യമേ ഉള്ളൂ, ഡു യു ലവ് മീ? ഹോശയ്യ പ്രവചനത്തിനകത്ത് ഹോശയ്യാവ് എന്ന് പറയുന്ന പ്രവാചകനെ കൊണ്ട് ദൈവം ചെയ്യിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. നിങ്ങൾ വീട്ടിൽ പോയിട്ട് വായിക്കണം. ഹോശയ്യ പ്രവചനം 1-ാം അധ്യായം, 2-ാം അധ്യായം, 3-ാം അധ്യായം ഒക്കെ വായിക്കണം. പ്രവാചകനോട് ദൈവം പറയുന്നത്, നീ പോയി ഒരു വേശ്യയായ സ്ത്രീയെ നീ വിവാഹം ചെയ്യണം, അവളെ കൊണ്ടുവന്ന് നിൻ്റെ കൂടെ പാർക്കണം, അവളിൽ നിനക്ക് മക്കൾ ജനിക്കണം, ആ മക്കളെ നീ വളർത്തണം. ശ്രദ്ധിക്കണേ പ്രിയപ്പെട്ടവരെ. എന്നാൽ ആ കുറച്ച് നാൾ അവനോട് കൂടെ താമസിച്ച സ്ത്രീ വീണ്ടും അവളുടെ പഴയ പാപത്തിലേക്ക് അവൾ മടങ്ങിപ്പോയി. വീണ്ടും അവൾ ആ പാപപ്രവർത്തികളിലേക്ക് മടങ്ങിപ്പോയി. പ്രവാചകനോട് ദൈവം വീണ്ടും പറയുന്നു, നീ ചെന്ന് അവളെ വീണ്ടും മടക്കിക്കൊണ്ടുവരണം. പ്രവാചകൻ ചെല്ലുമ്പോൾ അവൾ അടിമച്ചന്തയിൽ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണ്. അവളെ പ്രവാചകൻ വില കൊടുത്ത് അവളെ വാങ്ങി വീട്ടിലേക്ക് കൊണ്ടുവന്നു. നമ്മെ വിലയ്ക്ക് വാങ്ങിയതാ പിശാചിൻ്റെ അടിമത്തത്തിൽ നിന്നും. നാം രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരായതുകൊണ്ട്, പിശാചിൻ്റെ അടിമത്തത്തിൽ നിന്നും നാം വിടുവിക്കപ്പെട്ടതുകൊണ്ട് ഇനിയും നമ്മൾ പിശാചിൻ്റെ അടിമകളല്ല, ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാ. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ സ്നേഹത്താൽ നാം എപ്പോഴും നിറയപ്പെടണം. ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. നമ്മുടെ എല്ലാം കയ്യിൽ സ്മാർട്ട് ഫോണുണ്ട്, അല്ലേ? നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ മൊബൈൽ ഫോണുണ്ട്. അതിപ്പോൾ നിങ്ങൾ ഓണാക്കി കഴിഞ്ഞാൽ ലോകത്തിലെ ഏത് ഭാഗത്തുള്ള ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് ലോകത്തിൽ എവിടെയുള്ള ആരെയും നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാം, അവരെ കാണാം. അതുകൊണ്ട് ഒത്തിരി 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 ഉപയോഗങ്ങളുണ്ട്. പക്ഷെങ്കിൽ അതങ്ങനെ ഫങ്ഷൻ ചെയ്യണമെങ്കിൽ, അതങ്ങനെ സ്മൂത്തായിട്ട് ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ അത് ഒരു പവർ സോഴ്സിൻ്റെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് കണക്റ്റ് ചെയ്യണം. അതിനകത്ത് ബാറ്ററി എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇത് നിങ്ങൾ അതിൻ്റെ പവർ സോഴ്സുമായിട്ട് അത് കണക്റ്റഡ് അല്ലെങ്കിൽ സംഭവിക്കുന്നത് കുറേ സമയം കഴിയുമ്പം ഈ ഫോൺ ഓഫായി പോകും. ഫോൺ നിങ്ങളുടെ കയ്യിലുണ്ട്, പക്ഷെ നമ്മൾ എന്തിനു പറയും? ചാർജ് ഇല്ല. ചാർജ് ഇല്ലെങ്കിൽ അത് ഓഫായി പോകും. ചിലർ പവർ ബാങ്ക് ബാഗിനകത്ത് കൂടെ കൊണ്ട് നടക്കുന്നവരുണ്ട്.
ഉദ്ദേശം ഇത് ഓഫാകരുത്. സ്പിരിച്വൽ ലൈഫിൽ ഈ സ്നേഹത്തിൽ നമ്മൾ നിറയപ്പെടുന്നില്ലെങ്കിൽ ഈ യാത്രയിൽ എവിടെയോ ഇത് ഓഫായി പോകും. ഇത് ഫുൾ ചാർജ് നിൽക്കണം നമുക്ക് ഈ യാത്ര മുൻപോട്ട് പോകാൻ. എത്ര പേര് പറയാൻ തയ്യാറാ, എൻ്റെ യേശുവിനെ ഞാൻ സ്നേഹിക്കുന്നു? നോക്കണം, ഒരു ഇന്ന് പകൽ നാം കണ്ടതാണ്. ഒരഭിഷിക്തൻ്റെ വഴിയാത്രയിൽ അവനൊരു ഒരു പ്രയാസമുണ്ടായി, ഒരു തകർച്ചയുണ്ടായി. എന്നാൽ വേഗത്തിൽ മടങ്ങി വന്ന് കർത്താവിൻ്റെ പാദപീഠത്തിങ്കിൽ നിന്ന് യേശുവിനെ പാടി ആരാധിക്കുന്ന ഒരു അഭിഷിക്തനെയാണ് നിങ്ങളുടെ മുമ്പിൽ കർത്താവ് ഇന്ന് പ്ലേസ് ചെയ്തത്. നിങ്ങളുടെ സ്പിരിച്വൽ ലൈഫിൻ്റെ സിറ്റുവേഷൻ എവിടെ എന്തുമായിക്കൊള്ളട്ടെ, ഇന്ന് പകലിൽ ആ ദൈവസ്നേഹത്തിലേക്ക് നമ്മളെ കർത്താവ് മടക്കി വിളിക്കുകയാണ്.